ഗുഡ് മോർണിംഗ്. പാലക്കാടിൻ്റെ ഒരു പ്രഭാതം. അതായത് രാവിലെ നമ്മൾ റൂമിൽ നിന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങുവാണ്. ഇന്നലെ ഫോണിൻ്റെ ഒരു ചാർജർ വാങ്ങിയിട്ട് അത് സെറ്റാവുന്നില്ല, അപ്പോൾ അതൊന്ന് തിരിച്ചു കൊടുക്കണം. പിന്നെ ഇതൊരു ചെറിയൊരു ടൗണാണ്, നമ്മൾ ഇന്നലെ രാത്രിയല്ല കണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടൗണും കാണാം എന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ആളുകളൊക്കെ എണീറ്റ് വണ്ടികളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. പാലക്കാട് ടൗൺ, പാലക്കാട് നഗരസഭ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലാ ആശുപത്രി. നമ്മുടെ മൊബൈൽ ഷോപ്പ് തുറന്നിട്ടില്ല, കുറച്ച് കഴിയേണ്ടി വരും. അങ്ങനെ നമ്മൾ പാലക്കാട് ടൗണിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് കൽപ്പാത്തി ഗ്രാമത്തിലേക്ക്. കൽപ്പാത്തി ഗ്രാമത്തിൽ അവിടെ പോയി നമുക്ക് പാലക്കാടിന്റെ തനതായ ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വിചാരിച്ചാണ് പോകുന്നത്. ഓക്കെ, ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടുത്തെ പ്രകൃതി ഭംഗിക്കും കണ്ട് കൊല്ലങ്കോട് പോകണം. കൊല്ലങ്കോട് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ ടൈം നോക്കിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ സ്പെഷ്യലായിട്ട് രാമേശ്വരം ഇഡ്ഡലി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അല്ലേ? രാമേശ്വരം ഇഡ്ഡലി അങ്ങനെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് രാമേശ്വരം ഇഡ്ഡലി ട്രൈ ചെയ്യാം. പിന്നെ എന്തോ ചമ്മന്തിപ്പൊടി അങ്ങനെ എന്തോ സംഭവിക്കാണ് സ്പെഷ്യൽ. പഴയൊരു ടൗൺ പോലെ അല്ലേ? ആ, പഴയ ടൗണ് പിന്നെ കുറച്ചും കൂടി ഇതായിരിക്കും, എന്താന്ന് പറഞ്ഞാൽ വളർച്ചയുടെ ചെറിയൊരു ഭാഗങ്ങളായിട്ട്. നമ്മളപ്പോൾ കൽപ്പാത്തിയിലെത്തിയിട്ട് കൽപ്പാത്തി ഗ്രാമത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൽപ്പാത്തി ഗ്രാമത്തിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രാമത്തിലൊരു ക്ഷേത്രമാണ്. അവിടെ ഉത്സവ സമയത്ത് രഥമൊക്കെ ഉപയോഗിച്ച് ആ നാടിൻ്റെ തനതായ രീതിയിലുള്ള ഉത്സവം കാണാറുണ്ട് എന്നാണ് അവർ പറയാറ്. പിന്നെ ഇവിടെ ഗ്രാമവാസികളാണ് വസിക്കുന്നത്. ആ ഗ്രാമത്തിലുള്ള ആളുകളുടെ കൊച്ചു കൊച്ചു ബിസിനസ്സുകളും ആ ഗ്രാമത്തിലുള്ള ആളുകൾ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കൊച്ചു സ്ഥലമാണ്. വളരെ ഗ്രാമമാണ്. നമ്മുടെ കേരളത്തിൻ്റെ വളരെ മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് കൽപ്പാത്തി കേട്ടോ. അപ്പോൾ നിങ്ങളും കൂടെ പോരട്ടോ. നമ്മളപ്പോൾ കൽപ്പാത്തി ഗ്രാമത്തിലാട്ടോ എത്തിയിരിക്കുന്നത്. നമുക്ക് പിറകിൽ കാണാം ആ പഴമയുടെ ബിൽഡിങ്ങുകൾ. നമ്മൾ ഏകദേശം ഒരു 90 കാലഘട്ടത്തിലൊക്കെ ഉള്ളവർക്ക് ഓർമ്മയുണ്ടാവും. ഇങ്ങനെയുള്ള ഓടിട്ട കടകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ ഇപ്പോഴും ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പുതിയ കുറച്ചൊക്കെ മോഡേൺ ബിൽഡിങ്ങുകൾ വന്നു തുടങ്ങുന്നുണ്ട്. എങ്കിലും ആ പഴമയുടെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. മുല്ലപ്പൂ 60 വരുന്നുണ്ട്, കവിത 30 വരും. ഇതിന് നടക്കുന്നത് പിന്നെ വേറെ എന്താ ഇതാണോ എത്ര വേണ്ട? ഒരു മുഴത്തിനാണോ? അതെ, എത്ര വേണം? രണ്ടാകുമ്പോൾ ഈ ലെങ്ത് ഉണ്ടോ? ഒരു മുഴം മതി. വണ്ടി വെക്കാൻ വേണം. എന്നാൽ ഒരു മുഴം കൊടുക്കാൻ വേറെ. തേങ്ങ എന്താ വില കേട്ടോ? കിലോ 80. വെളിച്ചെണ്ണയോ? വെളിച്ചെണ്ണയല്ല. പാലക്കാടൻ ഇഡ്ഡലി പൗഡർ. ഇതൊക്കെ തന്നെ ഇവിടെ ഈ സ്ഥലത്തേക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ പേര്. കൽപ്പാത്തി, ഓൾഡ് കൽപ്പാത്തി രണ്ടെണ്ണം.
ബാക്കിയൊക്കെ പുരം 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 എന്ന് വരും. വൈദ്യനാഥപുരം, ഗോവിന്ദരാജപുരം, ചാത്തപുരം, അംബികാപുരം, ലക്ഷ്മീനാരായണപുരം, ചൊക്കനാഥപുരം, കുമരപുരം, ശേഖരിപുരം, ബാക്കിയൊക്കെ പുരം 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 എന്ന് വരും. ഈ രണ്ടാണ് 18 ഗ്രാമം ചേർന്നാണ് ഈ കൽപ്പാത്തി. രാമേശ്വരി ഇഡ്ഡലി കിട്ടുന്നു. അത് വന്നിട്ട് പുതുശ്ശേരി പറഞ്ഞ സ്ഥലത്താണ്. പുതുശ്ശേരി പറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ആകും വരും. അവിടുന്ന് പോയി പറഞ്ഞാൽ രാമശ്ശേരി പറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടെ കിട്ടില്ല. ഇവിടെ കിട്ടില്ല. ചിലപ്പോൾ ബേക്കറികളിൽ പോലും വെച്ചിട്ടുണ്ടാവും. ഗോട്ടിന് കണ്ട കൽപ്പാത്തിയിലെ ഗോട്ട്. പൂ വെച്ച ഫോട്ടോ എടുക്കാൻ. ഇത് രഥമാണ് കേട്ടോ, കൽപ്പാത്തിയിലെ രഥം. ഒരു സൂക്ഷിച്ചേക്കാണ് ചീത്തയാവാതെ. അങ്ങനെ ഞങ്ങളും പൂ വെച്ച് മുല്ലപ്പൂവൊക്കെ വെച്ച് 2 കേരള തനിമയുള്ള ആളുകളാണിത്. പാത്തൻ്റെ കാണിച്ചേ, മുല്ലപ്പൂ കാണിച്ചേ. വാവ്, സൂപ്പർ. ഇതാണ് കൽപ്പാത്തിയിലെ ഒരു ഗ്രാമത്തിലെ ചെറിയൊരു അമ്പലം. ആ അമ്പലത്തിൻ്റെ രഥമാണ് ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. 2 രഥങ്ങൾ. പിന്നെ ചെറിയ കടകളും ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലം. നമുക്ക് ഫുഡ് കഴിക്കാം. റോഡ് സൂക്ഷിച്ച് നടക്കണേ. വണ്ടി നോക്കണം കേട്ടോ. കളയരുത്. നോ കളയരുത്. പാത്തോ വാ. നമുക്ക് മുരളി കഫേയിലൊന്ന് കയറി നോക്കാം അല്ലേ. ഇവിടുത്തേതായ രീതിയിലുള്ള ചെറിയ ചെറിയ ഭക്ഷണം കാര്യങ്ങൾ. നമ്മളിപ്പോൾ ചെറിയൊരു കടയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ ഇഡ്ഡലിയും പിന്നെ സാമ്പാറായിട്ട് കഴിക്കുന്നത്. വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഇവിടെ മൊത്തം വെജിറ്റേറിയൻ ആയിരിക്കും, കാരണം ഇവിടെ ഈ ക്ഷേത്രം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചട്നിയും സാമ്പാറും ഇഡ്ഡലിയും എല്ലാം കൂടി നല്ല കൂട്ടിക്കൊഴിച്ച് കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി. അതുപോലെ ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പഴംപൊരി ഉണ്ട്. പിന്നെ ചായയാണ് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയൊരു കോപ്പയിൽ ചെറിയൊരു ഗ്ലാസ്സും ഉണ്ട്. അത് വെച്ച് നമുക്ക് അങ്ങോട്ട് ചൂടാറ്റി കഴിക്കാം. അതിനകത്ത് കുറച്ച് പഞ്ചസാര ഓൾറെഡി അവർ ഇട്ടിട്ടുണ്ടാവും. നമ്മളത് മിക്സ് ചെയ്ത് കഴിക്കണം. അപ്പോൾ നല്ല അടിപൊളിയാണ്. ചെറിയൊരു സ്ഥലമാണ്, ചെറിയ ഹോട്ടലാണ്, എങ്കിലും നല്ല രുചിയുള്ള ഭക്ഷണം. നല്ല രാവിലെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഇഡ്ഡലി. ചായ ഉണ്ടോ? ഇതാട്ടോ ചായ. നല്ല ഗോൾഡൻ ഗ്ലാസും പിന്നെ ഒരു കോപ്പയും. അത് കഴിഞ്ഞ് നമ്മൾ നല്ല ചൂട് ചായ കേട്ടോ. അത് നമ്മൾ മിക്സ് ചെയ്യണം. പഞ്ചസാര അതിനകത്ത് ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക്. എന്നിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കഴിക്കണം. അത് നല്ലൊരു വെറൈറ്റി ആയിരുന്നു. എവിടെയും കാണാൻ പറ്റാത്തൊരു കാഴ്ച. ഒരു മിനിറ്റ്. നെല്ലിയാമ്പതി പോയില്ല. ഞങ്ങൾ രാമേശ്വരി ഗ്രാമത്തിൽ പോകാമെന്ന് വിചാരിച്ചു. കോട്ട മൈതാനം ഇവിടെ പോയി.